പ്രശാന്ത് ഏട്ടാ, ഇറാൻ പ്രസിഡന്റിനെ കാണാനില്ല. ഇറാൻ പ്രസിഡന്റ് എവിടെ പോയി എന്നാണ് പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മൊസാദ് തട്ടിയോ അതേ മൊസാദിനെ പേടിച്ച് ബങ്കറിൽ ഒളിച്ചോ? എന്താ തോന്നുന്നത്? ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് പുള്ളി ഒളിച്ചിരിക്കുകയെന്ന് പറയും. പേടിച്ചുണ്ട്. നിങ്ങൾ അങ്ങനെ ചിരിക്കുമ്പം ജീവനെ കുതിയില്ലാത്ത മറ്റേ കാര്യങ്ങൾ. മീശമാധവനൊരു സീനുണ്ടല്ലോ, നല്ല മൂർച്ചയുണ്ട്, കേറി വെട്ട് പിള്ളേച്ചാന്ന് പറയുന്നത് പോലെ. അപ്പൊ ഉടനെ പിള്ളേച്ചൻ പറയേ ഇത് കൊണ്ടിപ്പോ വല്ല അടിക്കാട് വെട്ടാനോ ഷീമക്കുന്നേട് മൂട് വെട്ടാനോ കൊള്ളാന്ന് പറയുന്നത് പോലെയാണ് ഉമ്മാനി എന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ കുത്തിയിരുന്ന് പറയുന്നതിന് എളുപ്പമാണ്. കാര്യത്തോടടുക്കുമ്പം സംഗതി വഷളാവും. അതെ അതെ. ഇദ്ദേഹം അറിയാമല്ലോ, ആ ഇതിന്റെ ഹമാസുമായിട്ടുള്ള പ്രശ്നം തുടക്കത്തിൽ 8-ാം തീയതി തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഹമാസുമായിട്ട് അവർ യുദ്ധം ചെയ്തു, അവരുടെ നിവൃത്തികേട് കൊണ്ട് യുദ്ധം ചെയ്തതാണ്. അവരെ കയറി അടിച്ചു. അവരുടെ ഇത്രയും കാലത്തിനിടയ്ക്ക് ആ രാജ്യം ഉണ്ടായതിനു ശേഷം ഇത്രയും കാഷ്വാലിറ്റി സംഭവിച്ചിട്ടില്ല. 10,200 പേരാണ് അന്ന് മരിച്ചത്. അപ്പോൾ അത്ര തടവ് വെച്ചു, ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ലോകത്തിന്റെ നെറുകയിൽ ശരിക്കും പറഞ്ഞാൽ ഇസ്രയേലിന്റെ ഇമേജ് പോയ ഒരു സംഭവമായിരുന്നു. കാരണം ഇസ്രയേൽ ഒരു പൗരൻ മരിച്ചാൽ അവർ പക കിട്ടുന്ന ഒരു പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. കാരണം അവർക്ക് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ 1 കോടിക്ക് അത്രയും ജനമില്ല. ഒരു പൗരൻ എന്ന് വെച്ചാൽ പോലും വളരെ വിശേഷപ്പെട്ട, മാത്രമല്ല ഒരു ജൂതൻ പോലും വിശേഷപ്പെട്ടാൽ നമുക്ക് മനസ്സിലാവുന്നില്ലേ. ഈ കഴുതയുടെ കൂട്ടുള്ള ജനമല്ലല്ലോ. ഒരു ജൂതൻ എന്ന് പറഞ്ഞാൽ അവൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല. കഴുതയുടെ കൂട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ജനത്തിൽ? അതെ, ഏത് ജനത്തെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അത് ആൾക്കാർ അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉൾക്കൊണ്ടോട്ടെ, മനസ്സിലാവുന്നുണ്ട്. ഞാനത് പ്രത്യേകിച്ച് പറയുന്നത് തെറ്റാണ്. കാരണം കഴുതയുടെ കൂട്ടി ചിന്തിക്കുന്ന ആൾക്കാർ നമ്മൾ ആണല്ലോ പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ മനുഷ്യന്റെ കൂട്ടി ചിന്തിക്കുകയും ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ശകലെങ്കിലും ബുദ്ധി വെച്ചോണ്ടാ ഇപ്പൊ ഒളിവിൽ പോയേക്കുന്ന ഇയാള്. മനസ്സിലാവുന്നുണ്ടോ? ശകലം മിച്ചം ശകലേ ഉള്ളൂ, 10% ഉള്ളൂ. അതുകൊണ്ടായി ഇപ്പൊ ഒളിവിൽ പോയേക്കുന്നത്. കാരണം ഇതിനകത്ത് വേറൊരു വലിയ രസമുണ്ട്. ഇദ്ദേഹം ഒളിവിൽ പോയതിന്റെ കൂടെ ഒരു രാജ്യത്തിനകത്തെ പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥർ ഒളിവിൽ പോകുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? അതായത് ഈ പറഞ്ഞതുപോലെ ഹമാസുമായിട്ട് യുദ്ധം ചെയ്ത് ഹമാസിനെ അവർ പരുവാക്കി. അവിടെ നിന്ന് മിസൈൽ വിടാൻ പറഞ്ഞു. അപ്പുറത്ത് നിന്ന് ഹിസ്ബുള്ള മിസൈൽ വിട്ടു. ആ മിസൈൽ അവർ പരിഗണിച്ചില്ല. അത് അയൺ ഡോം സംവിധാനം വെച്ച് എന്നും മിസൈൽ വിടുന്നുണ്ടായിരുന്നു, മുമ്പേ പറഞ്ഞതുപോലെ വിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഹിസ്ബുള്ളയുടെ അടുത്തോട്ട് യുദ്ധം ഈ ഇറാഖിന്റെ പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ കാച്ചു എന്ന് പറഞ്ഞു. അതിനെ കൊണ്ടുവന്നൊരു പരുവത്തിലാക്കി. ഏതാണ്ട് പഴയ ഒരു വിമാനത്തിലെങ്ങാണ്ട് ഹെലികോപ്റ്ററിലെങ്ങാണ്ട് പോയപ്പോൾ മൂലക്കെങ്ങാണ്ട് എത്ത് കിടന്നു. അതിനുശേഷം ഈ അയാളുടെ 2ാമത്തെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിന്റെ അന്ന് ആഘോഷിക്കാൻ വന്ന ഹമാസിന്റെ നേതാവിനെ ഏറ്റവും വലിയ വലയത്തിനകത്ത് വെച്ച് ഒരു കൊന്നു. എങ്ങനെയാ കൊന്നതെന്ന് ഇപ്പോഴും ഇറാഖിനും അറിയത്തില്ല, ഇറാനും അറിയത്തില്ല, മരിച്ച അയാൾക്കും അറിയത്തില്ല. പിന്നെ അവിടെ ചെന്ന് ഇവരോട് കാര്യം പറയാൻ ഒക്കത്തില്ലേ, ഈ ഹൂതിയെ എടുത്ത് പോയിട്ടേ പുള്ളിക്ക് ഇനി സമയമില്ല. അപ്പൊ ഞാനീ പറഞ്ഞത് അതിനുശേഷം ഇപ്പോഴത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ ലെബനിലേക്ക് മൊത്തം കയറിക്കഴിഞ്ഞു. ഈ ലെബനിൽ മൊത്തം കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഇറാന്റെ പട്ടാള മേധാവികളും ഇവരോടുകൂടി ആലോചിച്ച് ഹമാസ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം നസറുള്ള ഖാൻ മരിച്ചപ്പോൾ അവരുടെ കൂടെ ഏറ്റവും വേണ്ടപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥർ 4 പേര് മരിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. കാരണം എന്ത് ചെയ്യണമെന്നുള്ള പ്രധാനപ്പെട്ട ചർച്ച ആയിരുന്നല്ലോ അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവിടെ ആണല്ലോ അവർ ഈ പറഞ്ഞ പോലെ ഈ പണ്ടാരക്കാലൻ എങ്ങനെയും രക്ഷപ്പെടരുതെന്ന് പറഞ്ഞ പോലെ ധനുഷ് പറഞ്ഞ പോലെ 10,000 കിലോ ബോംബ് കൊണ്ടുവന്നാൽ വിട്ടുകൊടുത്തു. മനസ്സിലായില്ലേ? ആ പ്രദേശം മൊത്തം നശിച്ചു, അവരുടെ ആസ്ഥാനം മൊത്തം നശിച്ചു, ഒരു മകൾ കൂടെ ഉണ്ടായിരുന്നു, അവരും മരിച്ചു. അപ്പം അതിനുശേഷം വീണ്ടും ഈ ഹിസ്ബുള്ളയ്ക്ക് ആയുധം കൊടുക്കാൻ വന്ന ഫ്ലൈറ്റ് തിരിച്ചയക്കുകയും അവിടെ കയറി വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ അവർ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇറാൻ പ്രസിഡന്റ് അല്ലെങ്കിൽ പരമോന്നത ഹുമൈനി ഒളിവിൽ പോയിരിക്കുന്നത്. അതിൻ്റെ കൂടെ കമാൻഡോസ് ഉൾപ്പെടെ പട്ടാള മേധാവി ഉൾപ്പെടെ ഒളിവിൽ പോയി. മാത്രവുമല്ല, ഈ പേജർ ആക്രമണത്തിന് ശേഷം വാക്കി ടോക്കി ആക്രമണത്തിന് ശേഷവും യുദ്ധ ഉപകരണങ്ങൾ എടുത്തു വെച്ച് യുദ്ധം ചെയ്യാൻ പേടിയാവുന്ന രീതിയിലേക്ക് ഇറാനിലെ പട്ടാളമാർ പേജർ പറഞ്ഞോണ്ട് പറയാ. ഈ ഇവന്മാരുടെ ഒരു പ്രസിഡന്റിനെ തട്ടിക്കളഞ്ഞല്ലേ ഹെലികോപ്റ്ററിൽ, അത് റൈസി എന്ന് പറയുന്നത്, അയാളുടെ കയ്യിൽ പേജർ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ആദ്യമേ മൊത്തത്തിലുള്ള പേജർ ഓപ്പറേറ്റ് ചെയ്ത്, അതായത് അവരാഗ്രഹിക്കുന്ന പേജർ മാത്രവും അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് ഇവരെന്ത് ചെയ്യുന്നു, ഇവരുടെ സംവിധാനങ്ങൾ എന്താണ്, ഇവരുടെ കാര്യങ്ങൾ എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഇതെല്ലാം നമ്മൾ ഊഹിക്കുക. പേജറെല്ലാം കൂടെ ഒന്നിച്ചാണ് പൊട്ടിത്തെറിച്ചതെന്ന് പറയുന്നത്. എന്നാ ഈ പേജറോട് പൊട്ടിത്തെറിക്കണ്ടേ? അപ്പൊ അതല്ല, ഇപ്പം ഇവരുടെ കയ്യിലിരിക്കുന്ന യുദ്ധോപകരണങ്ങൾ കഴിഞ്ഞ ദിവസം ഈ അമേരിക്ക പറഞ്ഞത് ലോകത്തെമ്പാടുമുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ മൊത്തം ആയുധങ്ങൾക്കകത്തും ഹമാസ് കയറി അല്ലെങ്കിൽ ഇതുപോലെ അതെല്ലാം ഹാക്ക് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഇവരുടെ നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം അതിനുശേഷം ഈ പേജറാക്രമണം ചിരിച്ചുകൂടായിരിക്കും അല്ലേ? പേജറാക്രമണത്തിന് ശേഷം ബാക്കി ടോക്കി ആക്രമണത്തിന് ശേഷം
ഈ ഇറാൻ എന്ന് പറയുന്ന ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ യുദ്ധോപകരണങ്ങൾ താത്തു വെച്ചിരിക്കുകയാണ് പട്ടാളക്കാർ ഉൾപ്പെടെ. കാരണം ഇത് എങ്ങനെ പരിശോധിക്കാൻ പറ്റും? പരിശോധന ശേഷം ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞത്. ആ സമയത്താണ് അവിടുത്തെ പട്ടാള മേധാവി ഒളിവിപ്പോയിരിക്കുന്നത്. അവിടുത്തെ ജനം നസറുള്ളയുടെ മരണത്തിന് ശേഷം ഈ ആഘോഷത്തിലാണ്. അതായത് ആ രാജ്യത്തെ ജനം ആ രാജ്യത്തിലെ ഭരണത്തിനെതിരെയുള്ള വികാരത്തിൽ നിൽക്കുകയാണ്. ഏതവസരത്തിലും വീണ്ടും ഒരു പ്രക്ഷോഭത്തിനും അല്ലെങ്കിൽ ഭരണമാറ്റത്തിനും ഒക്കെ സാധ്യതയിലേക്ക് ഈ യുദ്ധം ഇറാനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അത് അതിൻ്റെ അർത്ഥം എന്തോ? ആ രീതിയിലേക്ക് ഒരു കലാപം വന്നാൽ ഈ ഖുമേനിയൊക്കെ പിടിച്ച് കൊന്നുകളയും. ഈ നമ്മുടെ ബംഗ്ലാദേശ് സംഭവിച്ച പോലെ. കാരണം അത്രയ്ക്ക് വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണല്ലോ ആളുകൾ. കാരണം ജനത്തിന് വേണ്ട രീതിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നില്ല, ലോക നിലവാരത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല, വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും സംഭവിക്കാത്ത ഒരു രീതിയിലേക്കാണ്. അപ്പം ജനം മൊത്തം എതിരാണ്. അതായത് ഈ പട്ടാളം ഉൾപ്പെടെ പ്രധാനപ്പെട്ട ആൾക്കാർ ഉൾപ്പെടെ മരണഭയത്താൽ ഒളിവിൽ പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇസ്രായേലിനോട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഇറാൻ സംഭവിച്ചിരിക്കുന്നത്. ആ സമയത്തും നെതന്യാഹുവിനെ വധിക്കാൻ ഹൂതിയെ ഇടപാട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇവർ പോയിരിക്കുകയാണ്. അതായത് ഇവർക്ക് കഴിയുമെങ്കിൽ ഇവരെപ്പോഴും വീണ്ടും ഈ ആക്രമണവും അല്ലെങ്കിൽ തീവ്രവാദവും ഒക്കെ ആയിട്ട് നിൽക്കും എന്നുള്ളതിന് ഉദാഹരണമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നെതന്യാഹു പറയുന്നത്, ഇനി ആര് പറഞ്ഞാലും ഞങ്ങളുടെ സുരക്ഷിതത്വം ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ ആകുന്നിടം വരെ യുദ്ധം നിർത്തുന്ന പരിപാടിയില്ല. നെതന്യാഹു ന്യൂയോർക്കിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണല്ലോ യഹൂദി വിമതരെ മെസ്സേജ് വിട്ടത്. അപ്പൊ അത് അയൺ ഡോം സംവിധാനം തകർത്തല്ലോ. അപ്പൊ യവന്മാരാണ് അതിന് പിന്നിലെന്ന് കൃത്യമായിട്ട് മൊസാദിന് വിവരം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇയാളെ ഇപ്പൊ കാണാനില്ലാത്തത്. എന്റെ പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറഞ്ഞാലും, കഴിഞ്ഞ ദിവസം ഈ തെക്കൻ ലെബനനിൽ ഈ ഇസ്രായേൽ തമ്പടിച്ചിട്ടുണ്ട് അതിർത്തിയിൽ. അവിടെ നിന്ന് ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള നസറുള്ളയെ വധിച്ചു കഴിഞ്ഞ ശേഷം തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ നേരെ അവിടെ ഒരു വിമാനത്താവളമുണ്ട്, അതിർത്തിയിൽ നിന്ന് അകത്തേക്ക് കയറി സ്ഥലം പിടിച്ചു. എന്നിട്ട് വിമാനത്താവളത്തിൽ എത്തി. അപ്പോൾ ഇറാൻ ഹിസ്ബുള്ളയ്ക്ക് വിമാനത്തിൽ ഇത് കൊണ്ടുവരികയായിരുന്നു. ഇവരാണല്ലോ ഫണ്ട് ചെയ്യുന്നത്. വിമാനത്തിൽ ആയുധങ്ങൾ കൊണ്ടുവരും. ഈ ഇസ്രായേൽ ആ വിമാനത്താവളം പിടിച്ചു എന്ന് അറിഞ്ഞ ഉടനെ ഇറാൻ വിമാനം തിരിച്ചു വിട്ടു. പോരാത്തതിന് വേറൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്, ഈ ഇവന്മാരുടെ 4 സൈനിക ഉദ്യോഗസ്ഥന്മാരും നസറുള്ളയുടെ കൂടെ ഹൂറി ലോകം പോയി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഇറാൻ ആണെങ്കിൽ ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, നമ്മുടെ പിണറായി വിജയൻ പ്രമേയം പാസ്സാക്കും പോലെ ഇവന്മാരുടെ ആര് മരിച്ചാലും, ഇപ്പോൾ അംബാസഡറുടെ കണ്ണും പ്രധാന അവയവവും പൊട്ടിത്തെറിച്ചാലും, ഈ റൈസി മരിച്ചാലും, ഇപ്പം പ്രസിഡന്റ് മരിച്ചാൽ പോലും ഇവന്മാർ ഈ ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞ കൗൺസിലുണ്ട്. ഈ കൗൺസിൽ ഇവന്മാർ എല്ലാവരും ഒത്തുകൂടി നിന്ന് അപലപിക്കും. കഴിഞ്ഞ ദിവസം ഇവന്മാരുടെ പ്രസിഡന്റ് മസൂദ്, ഇറാൻ പ്രസിഡന്റ്, പിന്നെ ഖമേനിയുടെ ഉപദേഷ്ടാവ് അലി എന്ന് പറയുന്ന ഇവന്മാർ രണ്ടും കൂടെ എന്ന് പറഞ്ഞത് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് യുദ്ധ കുറ്റമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് ഇവര് ഇസ്രായേലിനെ ഞങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞൊരു ഡ്രില്ലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇവരുടെ രാജ്യത്തിനകത്ത്. അത് അവരുടെ ജനങ്ങളെ കാണിക്കാൻ. കാരണം ഈ ജനങ്ങള് ചോദിക്കുന്നുണ്ട്, ഈ ജനങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഇത്രയധികം അപമാനിത എല്ലാം ആത്യന്തികമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു രാജ്യം യുദ്ധത്തിന് പോകുന്നത്, യുദ്ധം നിർത്തുന്നതും എല്ലാം ഒരു രാജ്യത്തിന്റെ അഭിമാനക്ഷതം ഇതെല്ലാം ആ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണല്ലോ അവരെല്ലാം ചെയ്യുന്നതും ചെയ്യാത്തതും എല്ലാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള ജനങ്ങൾക്ക് ചെറിയ അമർഷം അവിടെയുള്ള സർക്കാരിനോടുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവന്മാർ ഡ്രില്ലും കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷേ ഇവന്മാർ ചത്താലും ഞങ്ങൾ അടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെയാണ് മനസ്സിലാവുന്നത് ഈ ഖമേനിയെ കാണാനില്ല. ഒളിവിൽ പോയി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഈ ഒളിവിൽ പോയ യഹിയ സിൻവാർ എന്ന് പറഞ്ഞ ഒരുത്തണ്ട്, അവൻ നമ്മുടെ വിചാരം അവൻ ബംഗറിനകത്ത് ഇരിക്കുകയാണെന്നാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്ന ബംഗറിനകത്തൊന്നും ഇല്ല. ഇരുന്നപ്പോഴേ നമ്മൾ പറഞ്ഞു ഇയാളൊക്കെ എന്നെ മരിച്ചു കാണും. കാരണം ഈ ബംഗറിനകത്തല്ല അവരെന്നെ വിഷവാദവും വെള്ളമൊക്കെ അടിച്ചു കയറ്റി മൊത്തത്തിനെ കളഞ്ഞ. ഇതിനകത്ത് ഇപ്പം മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോക നിലവാരത്തിൽ നെതന്യാഹു വലിയൊരു ഹീറോ ആയിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല ലോകത്തിനെല്ലാം മനസ്സിലായെന്ന് പറയും. ഇതുവരെ ലെബനിലെ നമ്മൾ വിചാരിക്കുന്നത് ലെബനിൽ നേരത്തെ എന്തോ ഒരു വലിയ നല്ലൊരു രാജ്യമായിരുന്നു പറയും. ഈ നമ്മുടെ ഈ ഹമാസിന്റെ കടന്നുകയറ്റം അല്ലെങ്കിൽ ഈ പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ അന്നത്തെ കടന്നുകയറ്റത്തോട് റവല്യൂഷൻ, ആ കടന്നുകയറ്റത്തോടു കൂടിയാണ് ആ രാജ്യം നശിക്കുന്നത്. അന്നാണ് ഈ ഹിസ്ബുള്ള ഉണ്ടാകുന്നത്. ഹിസ്ബുള്ള ഈ പറഞ്ഞതുപോലെ ഇപ്പം ഇസ്രായേൽ കയറിയിരിക്കുന്ന പ്രദേശം മൊത്തം അവർ അടക്കി വാണിരിക്കുകയായിരുന്നല്ലോ. ഇപ്പം അവിടെ ആണല്ലോ കരയുദ്ധത്തിൽ കയറിയിരിക്കുന്നത്. അതായത് അവിടെ ഈ ലെബനിലെ സമാധാനത്തെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ക്രിസ്ത്യാനികളൊക്കെ എന്നേ പാലായനം ചെയ്തു പോയി. അന്ന് തന്നെ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു, പാലായനം ചെയ്തു പോയി. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ നിവർത്തികെട്ട് അവിടെ ജീവിക്കുക. കാരണം ഇവർ താമസിക്കുന്നിടത്താവുണ്ടെന്ന് ഇവർ ഈ മിസൈലും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ കയറിയിട്ട് സ്ത്രീകളെ ഉപദ്രവിക്കുക. അവർക്ക് ഇഷ്ടമുള്ള ഇപ്പം നമ്മുടെ വീട്ടിലെ സാധനം എല്ലാം വെച്ചിരിക്കുകയെന്ന് വെച്ചു, പട്ടാളക്കാരുടെ കൂട്ടുകുമാരെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഇഷ്ടം ഒന്നേരം കാണുന്ന ആ സ്ത്രീയെ കാണുമെങ്കിൽ അവരന്നേരം അവരെ ബലാത്സംഗം ചെയ്യുക, അവരെ ഉപദ്രവിക്കുക. അതായത് ശരിക്കും സ്വാതന്ത്ര്യത്തിലല്ല. ധനുഷ് പറഞ്ഞില്ലേ, ഇപ്പൊ പുറത്തു വരുന്നു എന്ന് പറഞ്ഞില്ലേ,
അമർന്നിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യത്തിലല്ല, ഈ രാജ്യവും സ്വാതന്ത്ര്യത്തിലല്ല, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിലല്ല. അവർക്ക് അതിനൊരു സാധ്യത വന്നു കഴിഞ്ഞാൽ ആ ജനം തന്നെ ഇവരെ പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് വരും. ആ ഒരു സമാനമായ സ്ഥിതിയാണ് അഫ്ഗാനിസ്ഥാനിൽ ആ ഒരു രീതിയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ ഉരുത്തിരിച്ചുകൊണ്ട് വരികയാണ്. കാരണം ഈ രാജ്യം ഒക്കെ സ്വതന്ത്രമാക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അതിന് സംരക്ഷണം ഇസ്രായേൽ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് പോയപ്പം യുദ്ധം വേറെ വഴിത്തിരിവിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ പറയുന്ന കണക്കല്ല, ഈ ലെബനനിലും ഈ ഇറാനിലും ഒക്കെ ഈ മത പോലീസിന്റെ അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള തീവ്രവാദി ഗ്രൂപ്പുകളുടെ അധീനതയിൽ അടിച്ചമർത്തപ്പെട്ട ജനം, അവർക്ക് ഒരു സാഹചര്യം, അവർക്ക് പ്രതികരിക്കാനുള്ള സാഹചര്യം, എതിർക്കാനുള്ള സാഹചര്യത്തിലേക്ക് ഉരുത്തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ളത്. ലെവലിന് തിരിച്ചു പിടിച്ച് അവർ ആ പഴയ ക്രിസ്ത്യൻ രാജ്യം രൂപീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇറാഖിലെ ഭരണം, ഈ മത പോലീസും മറ്റു കാര്യങ്ങൾ അവിടെ അറിയാമല്ലോ, മറ്റു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ജനം ഇപ്പോഴും അതേ വയലൻസിൽ തന്നെ നിൽക്കും, അതേ മാനസികാവസ്ഥയിൽ തന്നെ. സാഹചര്യം ഉണ്ടായാൽ അവിടെ കലാപം ഉണ്ടാവും, ഇത് മൊത്തത്തിൽ പോകുന്നവർ അതേ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് നെതന്യാഹു ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ലോക കാഴ്ചപ്പാടിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു സ്വതന്ത്ര രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലായിരുന്നു കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് യുദ്ധം മാറിയിരിക്കുകയാണ്. അവസാനമായിട്ടൊരു ചോദ്യം, ഈ ഖമനേയിയെ വധിക്കൂ? ഉറപ്പായിട്ടും വധിക്കും. നിങ്ങൾ നോക്കിയോ, അതിന് ഇപ്പൊ വലിയ വിഷയമാവും പറഞ്ഞാൽ ഇപ്പോഴത്തെ വിഷയം തന്നെ അതാണ്. ഈ കഴിഞ്ഞ ദിവസം അവിടെ ഈ വിമാനം വന്നില്ലേ, അതിനകത്ത് ഇപ്പൊ ധനുഷ് പറഞ്ഞതിനകത്ത് ചെറിയ തിരുത്തുണ്ട്. അവിടെ വിമാനം വന്നായിരുന്നല്ലോ, വിമാനം വന്നപ്പോൾ അവരതിന്റെ നിയമപരമായിട്ട് തന്നെ ചെയ്തത്. ലെബനിയൻ സർക്കാരിനടുത്ത് പറഞ്ഞു വിമാനം തിരിച്ചുവിടാൻ പറഞ്ഞു. ലെബനിയൻ സർക്കാരാണ് ഇത് വയർലെസ് അല്ലെങ്കിൽ അതിന് സന്ദേശം കൊടുത്ത് തിരിച്ചുവിട്ടത്. അല്ലെങ്കിൽ അവർക്കെന്ത് വെടിവെച്ചിട്ടാ എന്നാലും അന്നേരവും ഒരു രാജ്യത്തിന്റെ വിമാനം വെടിവെച്ചിട്ടാൽ ഉടനെ തന്നെ അത് ആ രാജ്യത്തെ വെടിവെച്ചിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലെയിം വരണ്ടെന്ന് പറഞ്ഞു. ഇറാന്റെ വെടിവെച്ചിന്റെ ക്ലെയിം വരണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചുവിടാൻ പറഞ്ഞു. തിരിച്ചു പോകല്ലോ അന്നേരം. അപ്പം എല്ലാം അവർ കരുതിയാണ് നിൽക്കുന്നത്. എല്ലാം ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ തന്നെ ചേർന്ന് വരുത്തി അവർ പിടിക്കും. മനസ്സിലായില്ലേ? അതിപ്പം ഇറാനെ ആക്രമിച്ചു അല്ലെങ്കിൽ ഇറാനത്തെ വിമാനം വെടിവെച്ചിട്ട് ശരിയല്ല എന്ന് ആരും ചോദിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ അന്നേരം തന്നെ വെടിവെച്ചിടാം. അവർക്കറിയാം അതിനകത്ത് യുദ്ധോപകരണങ്ങളായിരുന്നു. അപ്പം ആ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ വഴിയിൽ കൂടെയാണ് പോകുന്നത്.